Good morning all of you. എല്ലാവർക്കും എക്കണോമിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് ഷോർട്ട് റൺ ഇക്വിലിബ്രിയം ഓഫ് ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് ഷോർട്ട് റൺ ഇക്വിലിബ്രിയം ഓഫ് ഫേം അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ഹ്രസ്വകാലത്തിൽ സമ്പൂർണ്ണ കിടമത്സര കമ്പോളത്തിലെ സ്ഥാപനം ലാഭം പരമാവധിയാക്കുന്ന സാഹചര്യത്തെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഹ്രസ്വകാലത്തിൽ സമ്പൂർണ്ണ കിടമത്സര കമ്പോളത്തിലെ സ്ഥാപനം ലാഭം പരമാവധിയാക്കുന്ന സാഹചര്യം അഥവാ സന്തുലിതാവസ്ഥയിലെത്തുന്ന സാഹചര്യത്തെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, എക്സാമിനൊക്കെ എപ്പോഴും ചോദിക്കുന്ന ഒരു ഭാഗമാണ് ലാഭം പരമാവധിയാക്കുന്ന സാഹചര്യത്തെ കുറിച്ച് വിവരിക്കുക എന്നത്. അതായത് ഹ്രസ്വകാലത്തിൽ സമ്പൂർണ്ണ കിടമത്സര കമ്പോളത്തിലെ ലാഭം പരമാവധിയാക്കുന്ന സാഹചര്യത്തെ കുറിച്ച് വിവരിക്കാൻ എപ്പോഴും എക്സാമിനൊക്കെ ചോദിക്കാറുള്ളതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ് തുടങ്ങാം. ഓക്കെ, എല്ലാവരും റെഡി അല്ലേ? ഓരോ ഉൽപാദകരും സാധനങ്ങളും സേവനങ്ങളും ഉൽപാദിപ്പിക്കുകയും അവ കമ്പോളത്തിൽ കൊണ്ടുപോയി വിൽക്കുകയും ചെയ്യുന്നു. ഓരോ ഉൽപാദക യൂണിറ്റിന്റെയും അല്ലെങ്കിൽ ഉൽപാദക സ്ഥാപനത്തിന്റെയും പ്രധാന ലക്ഷ്യം തന്റെ ലാഭം പരമാവധിയാക്കുക എന്നതാണ്. അതായത് ഓരോ ഉൽപാദകന്റെയും പ്രധാന ലക്ഷ്യം എന്ന് പറയുന്നത് തന്റെ ലാഭം പരമാവധിയാക്കുക എന്നതാണ്. ഉൽപ്പന്നങ്ങൾ കമ്പോളത്തിൽ വിറ്റ് ഉൽപാദകന്റെ ലാഭം പരമാവധിയിലെത്തുന്ന അവസ്ഥയെയാണ് സന്തുലിതാവസ്ഥ എന്ന് പറയുന്നത്. ഉൽപ്പന്നങ്ങൾ കമ്പോളത്തിൽ വിറ്റ് ഉൽപാദകന്റെ ലാഭം പരമാവധിയിലെത്തുന്ന അവസ്ഥയെയാണ് സന്തുലിതാവസ്ഥ എന്ന് പറയുന്നത്. When the products are sold in the market, producers' profit reach the maximum. It is called equilibrium. In this stage, producer is not interested to increase or decrease the quantity of products. അതായത് ഉൽപ്പന്നങ്ങൾ കമ്പോളത്തിൽ വിറ്റ് ഉൽപാദകന്റെ ലാഭം പരമാവധിയിൽ എത്തുന്ന അവസ്ഥയെയാണ് സന്തുലിതാവസ്ഥ എന്ന് പറയുന്നത്. ഈ അവസ്ഥയിൽ ഉൽപാദകൻ തന്റെ പ്രൊഡക്റ്റ് ഉൽപ്പന്നത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിനോ കുറയ്ക്കുന്നതിനോ ശ്രമിക്കുന്നില്ല. കാരണം എന്താണ്? ഉൽപാദകന്റെ ലാഭം പരമാവധിയിൽ എത്തിയിരിക്കുന്നു. അതായത് സന്തുലിതാവസ്ഥ, അതായത് ലാഭം പരമാവധിയിലെത്തുന്ന അവസ്ഥയിൽ ഉൽപാദകൻ അയാളുടെ ഉൽപ്പന്നത്തിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിനോ കുറയ്ക്കാനോ ശ്രമിക്കുന്നില്ല. ഈ സ്റ്റേജിനെയാണ് സന്തുലിതാവസ്ഥ എന്ന് പറയുന്നത്. ലാഭം പരമാവധിയിലെത്തുന്ന, ഉൽപാദകന്റെ ലാഭം പരമാവധിയിലെത്തുന്ന അവസ്ഥയെയാണ് സന്തുലിതാവസ്ഥ എന്ന് പറയുന്നത്. ഇൻ ദിസ് സ്റ്റേജ് പ്രൊഡ്യൂസർ ഈസ് നോട്ട് ഇൻട്രസ്റ്റഡ് ടു ഇൻക്രീസ് ഓർ ഡിക്രീസ് ദി ക്വാണ്ടിറ്റി ഓഫ് പ്രൊഡക്ട്സ്. അപ്പൊ നമുക്ക് എന്താണ് സന്തുലിതാവസ്ഥ എന്ന് മനസ്സിലായി. അതുപോലെ തന്നെ ഓരോ ഉൽപാദക യൂണിറ്റിന്റെയും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? ലാഭം നേടുക എന്നതാണെന്ന് മനസ്സിലായി. നമ്മൾ അടുത്തതായിട്ട് പറയുന്നത് പ്രോഫിറ്റ് അഥവാ ലാഭത്തെ കുറിച്ചാണ്. വാട്ട് ഈസ് പ്രോഫിറ്റ്? ഒരു സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെ കണക്കാക്കാം? അതായത് എങ്ങനെയായിരിക്കും? മൊത്തം വരുമാനത്തിൽ നിന്ന് മൊത്തം ചെലവ് കുറച്ചാലാണ് ലാഭം അല്ലെങ്കിൽ പ്രോഫിറ്റ് നമുക്ക് ലഭിക്കുക അല്ലെ? അപ്പൊ നമുക്ക് പറയാം, പ്രോഫിറ്റ് ഈസ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ ടോട്ടൽ റവന്യൂ ആൻഡ് ടോട്ടൽ കോസ്റ്റ്. Profit is the difference between total revenue and total cost. മൊത്തം വരുമാനവും മൊത്തം ചെലവും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് പ്രോഫിറ്റ് അഥവാ ലാഭം എന്ന് പറയുന്നത്. ലാഭം എങ്ങനെ കിട്ടുക? മൊത്തം വരുമാനത്തിൽ നിന്ന് മൊത്തം ചെലവ് കുറച്ചാലാണ് നമുക്ക് ലാഭം ലഭിക്കുക അല്ലെ? ഒരു സ്ഥാപനത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അതിന്റെ മൊത്തം വരുമാനത്തിൽ നിന്ന് നമുക്ക് ചെലവ് കുറച്ചിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും? ലാഭം ലഭിക്കും. ഇനി പ്രോഫിറ്റിനെ സൂചിപ്പിക്കുന്ന സിംബലാണ് പൈ. പ്രോഫിറ്റിനെ സൂചിപ്പിക്കുന്ന സിംബലാണ് പൈ. പൈ ഈസ് ഈക്വൽ ടു TR മൈനസ് TC. പൈ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? TR മൈനസ് TC. പ്രോഫിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? മൊത്തം വരുമാനത്തിൽ നിന്നും മൊത്തം ചെലവ് കുറച്ചാലാണ് പ്രോഫിറ്റ് ലഭിക്കുക. ഇതിൽ TR എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ്? P ഇൻറ്റു Q അല്ലെ? പ്രൈസ് ഇൻറ്റു ഔട്ട്പുട്ട് ആണ് TR എന്ന് പറയില്ല. അല്ലെങ്കിൽ എന്താണ്? AR ഇൻറ്റു Q അല്ലെ? ഔട്ട്പുട്ടിന്റെ അളവിനെയാണ് എന്ന് പറയുന്നത് TR എന്ന് പറയുന്നത് അല്ലെ? ഇനി TC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം എന്താ TC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ AC ഇൻറ്റു Q അല്ലെ? SAC ഇൻറ്റു Q ആണ് ഉൽപ്പന്നത്തിന്റെ അളവിനെയാണ് നമ്മൾ TC എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ പ്രോഫിറ്റ് കാണാനുള്ള ഇക്വേഷൻ ആണ് പൈ ഈസ് ഈക്വൽ ടു TR മൈനസ് TC. പൈ ഈസ് ഈക്വൽ ടു TR മൈനസ് TC. TR കാണാനുള്ള ഇക്വേഷൻ മറക്കരുത്, ആവശ്യമുള്ളതാണ്. TR എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ P ഇൻറ്റു Q അല്ലെങ്കിൽ AR ഇൻറ്റു Q. TC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? AC ഇൻറ്റു Q അല്ലെങ്കിൽ SAC ഇൻറ്റു Q. അപ്പൊ നമ്മൾ TR കാണാനുള്ള ഇക്വേഷൻ പഠിച്ചു, TC കാണാനുള്ള ഇക്വേഷനും പഠിച്ചു, പ്രോഫിറ്റ് കാണാനുള്ള ഇക്വേഷനും പഠിച്ചു. ഒരു സ്ഥാപനം സന്തുലിതാവസ്ഥയിൽ എത്തുന്നത് TR ഉം TC യും തമ്മിലുള്ള വ്യത്യാസം വളരെ കൂടുതലായിരിക്കുമ്പോഴാണ്. ഒരു സ്ഥാപനം
സന്തുലിതാവസ്ഥ അല്ലെങ്കിൽ പരമാവധി ലാഭത്തിൽ എത്തുന്നത് മൊത്തം വരുമാനവും മൊത്തം ചെലവും തമ്മിലുള്ള വ്യത്യാസം വളരെ കൂടുതലായിരിക്കുമ്പോഴാണ് എന്നാണ് പറയുന്നത്. അതായത് ഒരു സ്ഥാപനത്തിന്റെ ലാഭം പരമാവധിയിൽ എത്തുന്നത് മൊത്തം വരുമാനവും അതായത് TR-ഉം മൊത്തം ചെലവ് TC-യും തമ്മിലുള്ള വ്യത്യാസം വളരെ കൂടുതലായിരിക്കുമ്പോഴാണ്. ഒരു സ്ഥാപനത്തിന്റെ TR-ഉം TC-യും തമ്മിലുള്ള വ്യത്യാസം കൂടുതലായിരിക്കുന്നത് 3 വ്യവസ്ഥകൾ പാലിക്കുമ്പോഴാണ്. അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിന്റെ ലാഭം പരമാവധി ആവണമെങ്കിൽ 3 വ്യവസ്ഥകൾ പാലിക്കണം എന്നാണ് പറയുന്നത്. ഒരു സ്ഥാപനത്തിന്റെ ലാഭം പരമാവധി ആകണമെങ്കിൽ അല്ലെങ്കിൽ ഒരു സ്ഥാപനം സന്തുലിതാവസ്ഥയിൽ എത്തണമെങ്കിൽ 3 വ്യവസ്ഥകൾ പാലിക്കണം. അവയാണ് MC is equal to MR. First one, MC is equal to MR. അതായത് മാർജിനൽ കോസ്റ്റ് മാർജിനൽ റവന്യൂവിന് തുല്യമാകണം എന്നാണ് പറയുന്നത്. സീമാന്ത ചെലവ് സീമാന്ത വരുമാനത്തിന് തുല്യമാകണം. MC is equal to MR. Second one, MC curve should cut MR from below. MC curve, MC വക്രം MR വക്രത്തെ താഴെ നിന്നും ഖണ്ഡിക്കണം. അപ്പൊ രണ്ടാമത്തെ പോയിന്റ് എന്താണ്? MC വക്രം MR വക്രത്തെ താഴെ നിന്നും ഖണ്ഡിക്കണം. മൂന്നാമത്തെ പോയിന്റ്, price is greater than or equal to ABC. Price is greater than or equal to ABC. ഷോർട്ട് റണ്ണിലെ കാര്യം ഹ്രസ്വകാലത്തിലെ കാര്യം പറയുന്നത് price is greater than or equal to ABC. വില ശരാശരി വിഭേദക ചെലവിന് തുല്യമോ കൂടുതലോ ആയിരിക്കണം. അതായത് വില ശരാശരി വിഭേദക ചെലവിന് തുല്യമോ കൂടുതലോ ആയിരിക്കണം. പ്രൈസ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ABC. ഷോർട്ട് റണ്ണിലാണ് ഹ്രസ്വകാലത്തില് വില ശരാശരി വിഭേദക ചെലവിന് തുല്യമോ കൂടുതലോ ആയിരിക്കണം. ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? വില എപ്പോഴും ചെലവിനേക്കാളും കൂടുതലായിരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ തന്നെയല്ലേ നമ്മൾ ഉത്പാദിപ്പിച്ച സാധനത്തിന്റെ ചെലവിനേക്കാളും നമുക്ക് വില ലഭിച്ചാലാണ് നമുക്ക് ലാഭം കിട്ടുക. നമ്മൾ ഉണ്ടാക്കിയ ഉൽപ്പന്നത്തിന്റെ ചെലവിനേക്കാൾ കൂടുതൽ വില കിട്ടുകയാണെങ്കിൽ മാത്രമാണ് നമുക്ക് ലാഭം ലഭിക്കുകയുള്ളൂ. പ്രൈസ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ABC. വില ശരാശരി വിഭേദക ചെലവിന് തുല്യമോ കൂടുതലോ ആയിരിക്കണം. ഇനി അടുത്ത ലോങ് റണ്ണിൽ പ്രൈസ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു LRAC. അതായത് ലോങ് റൺ ദീർഘകാലത്തില് വില ശരാശരി ചെലവിനേക്കാൾ ദീർഘകാല ശരാശരി ചെലവിന് തുല്യമോ കൂടുതലോ ആയിരിക്കണം. വില ശരാശരി ചെലവിനേക്കാൾ അല്ലെങ്കിൽ ദീർഘകാല ശരാശരി ചെലവിനേക്കാൾ തുല്യമോ കൂടുതലോ ആയിരിക്കണം എന്നാണ് പറയുന്നത്. ഒരു സ്ഥാപനത്തിന്റെ ലാഭം പരമാവധിയിൽ എത്തുന്നത് 3 വ്യവസ്ഥകൾ പാലിക്കുമ്പോഴാണ്. അല്ലെങ്കിൽ TR-ഉം TC-യും തമ്മിലുള്ള വ്യത്യാസം ഏറ്റവും കൂടിയിരിക്കുന്നത് 3 വ്യവസ്ഥകൾ പാലിക്കുമ്പോഴാണ്. ആ വ്യവസ്ഥകളാണ് MC is equal to MR. അതായത് MC is equal to MR. മാർജിനൽ കോസ്റ്റ് is equal to മാർജിനൽ റവന്യൂ. സീമാന്ത ചെലവ് സീമാന്ത വരുമാനത്തിന് തുല്യമായിരിക്കണം. രണ്ടാമത്തെ, MC curve should cut MR from below. MC വക്രം MR വക്രത്തെ താഴെ നിന്നും ഖണ്ഡിക്കണം. മൂന്നാമത്തത്, പ്രൈസ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ABC. വില ശരാശരി വിഭേദക ചെലവിന് തുല്യമോ കൂടുതലോ ആയിരിക്കണം. ഹ്രസ്വകാലത്തിലാണ് പറയുന്നത്. ലോങ് റൺ ദീർഘകാലത്തില് പ്രൈസ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു LRAC. അതായത് ലോങ് റൺ ആവറേജ് കോസ്റ്റ് എന്നാണ് LRAC കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് പ്രൈസ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു LRAC. വില ദീർഘകാല ശരാശരി ചെലവിന് തുല്യമോ കൂടുതലോ ആയിരിക്കണം. ഈ 3 വ്യവസ്ഥകൾ പാലിക്കുമ്പോഴാണ് ഒരു സ്ഥാപനം പരമാവധി ലാഭത്തിലെത്തുന്നത് അല്ലെങ്കിൽ സന്തുലിതാവസ്ഥയിലെത്തുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ 3 വ്യവസ്ഥകൾ നിങ്ങൾ പഠിച്ചു. ഇനി പ്രോഫിറ്റ് കാണാനുള്ള ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ TR കാണാനുള്ള ഇക്വേഷൻ പഠിച്ചു. TC കാണാനുള്ള ഇക്വേഷൻ പഠിച്ചു. പ്രോഫിറ്റിന്റെ സിമ്പൽ, പ്രോഫിറ്റിനെ സൂചിപ്പിക്കുന്ന സിമ്പൽ ഏതാ നിങ്ങൾ പഠിച്ചു. അപ്പൊ ഇത്രയും. പിന്നെ അതുപോലെ തന്നെ സന്തുലിതാവസ്ഥ എന്താണെന്നത് നിങ്ങൾ പഠിച്ചില്ലേ? എന്താ സന്തുലിതാവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാഭം പരമാവധിയിലെത്തുന്ന ഒരു സ്ഥാപനത്തിന്റെ ലാഭം പരമാവധിയിലെത്തുന്ന അവസ്ഥയെയാണ് സന്തുലിതാവസ്ഥ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഹ്രസ്വകാലത്തിൽ സമ്പൂർണ്ണ കിടമത്സര കമ്പോളത്തിലെ ഒരു സ്ഥാപനം ലാഭം പരമാവധിയാക്കുന്നത് ഒരു ഡയഗ്രത്തിന്റെ സഹായത്തോടെ പഠിക്കാം. ഒരു ഡയഗ്രത്തിന്റെ സഹായത്തോടെ പഠിക്കാം. ഹ്രസ്വകാലത്തില് സമ്പൂർണ്ണ കിടമത്സര കമ്പോളത്തിലെ ഒരു സ്ഥാപനം ലാഭം പരമാവധിയാക്കുന്നത് ഒരു ഡയഗ്രത്തിന്റെ സഹായത്തോടെ നമുക്ക് പഠിക്കാം. Okay, എല്ലാവരും റെഡി അല്ലേ? Now we are going to discuss about short-run equilibrium of firm under perfect competition with the help of diagram. ഇനി നമുക്ക്
ഹ്രസ്വകാലത്തിലെ സമ്പൂർണ്ണ കിടമത്സര കമ്പോളത്തിലെ ഒരു സ്ഥാപനം ലാഭം പരമാവധിയാക്കുന്നത് ഒരു ഡയഗ്രം സഹിതം പഠിക്കാം. അതായത് ഹ്രസ്വകാലത്തിൽ സമ്പൂർണ്ണ കിടമത്സര കമ്പോളത്തിലെ ഒരു സ്ഥാപനം സന്തുലിതാവസ്ഥയിൽ എത്തുന്നത് ഒരു ഡയഗ്രം സഹിതം വിശദമാക്കാം. വളരെ പ്രധാനപ്പെട്ടതാണ് ഈ ഡയഗ്രം ഒക്കെ എല്ലാവരും വരച്ച് പഠിക്കണം. ഈ ഡയഗ്രത്തിൽ എക്സ് അക്ഷത്തിൽ നമ്മൾ ഔട്ട്പുട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്, എക്സ് ആക്സിസിൽ ഔട്ട്പുട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട്, ഉൽപ്പന്നത്തിന്റെ അളവ് മാർക്ക് ചെയ്തിട്ടുണ്ട്. വൈ ആക്സിസിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്, പ്രൈസും മാർക്ക് ചെയ്തിട്ടുണ്ട്, കോസ്റ്റും മാർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് വിലയും ചെലവുകളും വൈ ആക്സിസിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്, രേഖപ്പെടുത്തിയിട്ടുണ്ട്. എക്സ് ആക്സിസിൽ ഉൽപ്പന്നത്തിന്റെ അളവും വൈ ആക്സിസിൽ വിലയും ചെലവുകളും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ MR വരച്ചിട്ടുണ്ട്. MR നമ്മൾ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ പ്രൈസ് AR MR ആണെന്ന് പഠിച്ചിട്ടുണ്ട്. വില തന്നെയാണ് സീമാന്ത വരുമാനവും അതുപോലെ തന്നെ ശരാശരി വരുമാനവും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ MR വരച്ചു കഴിഞ്ഞിട്ടുണ്ട് അല്ലെ, MR മാർജിനൽ റവന്യൂ കർവ്. ഇനി അടുത്തതായിട്ട് ABC ആവറേജ് വേരിയബിൾ കോസ്റ്റ്, ശരാശരി വിഭേദക ചെലവ് വക്രം വരച്ചിട്ടുണ്ട്. ശരാശരി വിഭേദക ചെലവ് വക്രമാണ് വരച്ചിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ SAC വരച്ചിട്ടുണ്ട്. SAC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് അഥവാ ശരാശരി ചെലവ്, ഹ്രസ്വകാല ശരാശരി ചെലവ് വക്രം വരച്ചിട്ടുണ്ട്. SAC കർവ് വരച്ചിട്ടുണ്ട്, ഹ്രസ്വകാല ശരാശരി ചെലവ് വക്രം. പിന്നെ അടുത്തായിട്ട് MC വരച്ചിട്ടുണ്ട് അല്ലെ, SMC അല്ലെങ്കിൽ MC വരച്ചിട്ടുണ്ട്. മാർജിനൽ കോസ്റ്റ് കർവ് വരച്ചിട്ടുണ്ട്, സീമാന്ത ചെലവ് വക്രം വരച്ചിട്ടുണ്ട്. അപ്പൊ ഡയഗ്രത്തിൽ നമ്മൾ MR അല്ലെങ്കിൽ സീമാന്ത വരുമാന വക്രം അല്ലെ, അതുപോലെ തന്നെ ABC ആവറേജ് വേരിയബിൾ കോസ്റ്റ് കർവ്, SAC ഷോർട്ട് റൺ ആവറേജ് കോസ്റ്റ് കർവ്, MC മാർജിനൽ കോസ്റ്റ് കർവ് ഒക്കെ വരച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ പ്രൈസ് വരച്ചിട്ടുണ്ട്, എല്ലാം വരച്ചിട്ടുണ്ട്. ഉൽപ്പന്നത്തിന്റെ അളവ് മാർക്ക് ചെയ്തിട്ടുണ്ട് എക്സ് ആക്സിസിൽ, അതുപോലെ തന്നെ കോസ്റ്റ് പ്രൈസ് ഒക്കെ വൈ ആക്സിസിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഡയഗ്രത്തിൽ E എന്ന ബിന്ദുവിൽ സന്തുലിതാവസ്ഥയുടെ ഒന്നാമത്തെ വ്യവസ്ഥയായിട്ടുള്ള MCയും MRഉം തുല്യമാണ്. MC വക്രവും MR വക്രവും തമ്മിൽ കൂട്ടിമുട്ടുന്നത് E എന്ന ബിന്ദുവിലാണ്. അതായത് സന്തുലിതാവസ്ഥയുടെ ഒന്നാമത്തെ വ്യവസ്ഥ പാലിക്കുന്നത്, ഒന്നാമത്തെ വ്യവസ്ഥയായിട്ടുള്ള MC MR പാലിക്കുന്നത് E എന്ന ബിന്ദുവിലാണ്. E എന്ന ബിന്ദുവിൽ Q0 അളവിൽ ഉൽപ്പന്നം ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് സ്ഥാപനം പരമാവധി ലാഭത്തിൽ എത്തുന്നുണ്ട്. അതായത് MCയും MRഉം തുല്യമാകുന്നിടത്താണ് സ്ഥാപനത്തിന് പരമാവധി ലാഭം നേടുന്നത്. അപ്പൊ സ്ഥാപനത്തിന്റെ ഔട്ട്പുട്ട് നിർണ്ണയിക്കുന്നത് MCയും MRഉം തുല്യമാകുന്ന സ്ഥലത്തായിരിക്കും. E എന്ന ബിന്ദുവിലാണ് സ്ഥാപനത്തിന് പരമാവധി ലാഭം ലഭിക്കുക. അതായത് MCയും MRഉം ഇവിടെ തുല്യമാണെന്ന് പറയുന്നത് E എന്ന ബിന്ദുവിലാണ്. അതുകൊണ്ട് സ്ഥാപനം E എന്ന ബിന്ദുവിൽ Q0 അളവിൽ ഉൽപ്പന്നം ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് ലാഭം പരമാവധിയാക്കും. അതായത് E എന്ന ബിന്ദുവിലാണ് MCയും MRഉം തുല്യമാകുന്നത്. E എന്ന ബിന്ദുവിൽ Q0 അളവിൽ ഉൽപ്പന്നം ഉണ്ടാക്കി ലാഭം പരമാവധി നേടാൻ ശ്രമിക്കുകയാണ്. ഇനി നോക്കാം നമുക്ക് ഈ Q0 ഉൽപ്പന്ന തലത്തിന് മുമ്പ് MC MRനേക്കാളും താഴെയാണ്. MC വളരെ താഴെ, MR ഇവിടെ കിടക്കുന്നത്, MR ഇവിടെയാണ്, MC വളരെ താഴെയാണ്. അതായത് ചെലവ് വളരെ കുറവാണ്, വരുമാനം വളരെ കൂടുതലുണ്ട്. അപ്പൊ ഈ Q0 ഉൽപ്പന്ന തലത്തിന് മുമ്പ് MC MRനേക്കാൾ കുറവാണ്. ഈ സാഹചര്യത്തിൽ ഉൽപ്പന്നത്തിന്റെ അളവ് വർദ്ധിപ്പിച്ചുകൊണ്ട് ലാഭം പരമാവധിയാക്കാം. അതായത് ഇവിടെ ചെലവ് വളരെ കുറവാണ്, വരുമാനം വളരെ കൂടുതലാണ്. ഈ സാഹചര്യത്തിൽ ഉൽപ്പന്നത്തിന്റെ അളവ് വർദ്ധിപ്പിച്ചുകൊണ്ട് ലാഭം പരമാവധിയാക്കാം. അതായത് Q0 ഉൽപ്പന്ന തലത്തിന് മുമ്പ് MC MRനേക്കാളും താഴെയാണ്. ഈ സാഹചര്യത്തിൽ ഉൽപ്പന്നത്തിന്റെ അളവ് വർദ്ധിപ്പിച്ചുകൊണ്ട് ലാഭം പരമാവധിയാക്കാൻ ശ്രമിക്കും. ഇവിടെയൊക്കെ അയാൾക്ക് ഈ പോയിന്റിലൊക്കെ അയാൾക്ക് എന്ത് ചെയ്യാം, ഉൽപ്പന്നത്തിന്റെ അളവ് വർദ്ധിപ്പിച്ചുകൊണ്ട് ലാഭം പരമാവധിയിലെത്താൻ E എന്ന ബിന്ദു വരെ എത്താമെന്നാണ് പറയുന്നത്. ഇനി Q0 ഉൽപ്പന്ന തലത്തിന് ശേഷം MC MRന്റെ മുകളിലാണ്. MR താഴെയാണ്, MR ഇവിടെയാണ്, MC മുകളിലാണ്. Q0 ഉൽപ്പന്ന തലത്തിന് ശേഷം, ഇവിടെ നിന്നുള്ള ഇങ്ങോട്ടുള്ള സ്ഥലമാണ് പറയുന്നത് MC. അതായത് Q0 ഉൽപ്പന്ന തലത്തിന് ശേഷം
എം ആർ എം സിയുടെ താഴെയാണ്, അല്ലെങ്കിൽ എം സി എം ആറിനേക്കാൾ കൂടുതലാണ്. ചെലവ് ഇവിടെ വരുമാനത്തിനേക്കാൾ കൂടുതലാണ്. ഈ സാഹചര്യത്തിൽ ഉൽപ്പന്നത്തിന്റെ അളവ് കുറച്ചുകൊണ്ട് ഉൽപാദകന് ലാഭം പരമാവധിയാക്കാം. അതായത് Q0 ഉൽപ്പന്ന തലത്തിന് ശേഷം എം സി എം ആറിനേക്കാൾ കൂടുതലാണ്. എം ആർ ഇത് ഇവിടെ, എം സി മുകളിലാണ്. Q0 ഉൽപ്പന്ന തലത്തിന് ശേഷം എം സി എം ആറിനേക്കാൾ കൂടുതലാണ്. അതുകൊണ്ട് ഉൽപ്പന്നത്തിന്റെ അളവ് കുറച്ചുകൊണ്ട് അയാൾ ലാഭം പരമാവധിയാക്കാൻ ശ്രമിക്കുന്നു. Q0 ഉൽപ്പന്ന തലത്തിന് ശേഷം എം സി എം ആറിനേക്കാൾ കൂടുതലാണ്. ഈ സാഹചര്യത്തിൽ ഉൽപാദകൻ ഉൽപ്പന്നത്തിന്റെ അളവ് കുറച്ചുകൊണ്ട് ലാഭം പരമാവധിയാക്കാൻ ശ്രമിക്കുന്നു. കാരണം എന്തായിരിക്കും? ചെലവ് കൂടുതലാണ്. Q0 ഉൽപ്പന്ന തലത്തിന് ശേഷം ചെലവ് കൂടുതലാണ്, വരുമാനം കുറവാണ്. അങ്ങനത്തെ സാഹചര്യം ഉണ്ടായാൽ എന്താ ചെയ്യുക? ഉൽപാദകൻ അയാൾ ഉൽപ്പന്നത്തിന്റെ അളവ് കുറച്ചുകൊണ്ട് ലാഭം പരമാവധിയാക്കാൻ ശ്രമിക്കും. ഇനി Q0 ഉൽപ്പന്ന തലത്തിന് മുൻപ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എം സി വളരെ കുറവാണ്, എം സി കുറവാണ്, എം ആർ കൂടുതലാണ്. അതായത് ചെലവ് കുറവാണ്, വരുമാനം കൂടുതലാണ്. അപ്പോൾ ഉൽപാദകൻ എന്ത് ചെയ്യും? ഉൽപ്പന്നത്തിന്റെ അളവ് വർദ്ധിപ്പിച്ചുകൊണ്ട് ലാഭം പരമാവധിയാക്കാൻ ശ്രമിക്കും. Q0 ഉൽപ്പന്ന തലത്തില് പ്രൈസ് ABC-യേക്കാൾ ഉയർന്നതാണ്. വില ABC-യേക്കാൾ കൂടുതലാണ്. Q0 എന്ന ഉൽപ്പന്ന തലത്തില് പ്രൈസ് ലൈൻ മുകളിലാണ് കിടക്കുന്നത്, ABC താഴെയാണ്. പ്രൈസ് ലൈൻ മുകളിലാണ്, ABC വളരെ താഴെയാണ്. അപ്പോൾ അതായത് സന്തുലിതാവസ്ഥയുടെ മൂന്നാമത്തെ വ്യവസ്ഥയും പാലിക്കപ്പെടുന്നുണ്ട് Q0 ഉൽപ്പന്ന തലത്തില്. അതായത് ഒന്നാമത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എം സി = MR ആണ്. പിന്നെ അതുപോലെ തന്നെ എം സി വക്ര MR വക്രത്തെ താഴെ നിന്നാണ് ഘടിക്കുന്നത് Q0 ഉൽപ്പന്ന തലത്തില്. അതുപോലെ തന്നെ പ്രൈസ് ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ABC. വില പ്രൈസ് ലൈൻ ABC-യേക്കാൾ വളരെ മുകളിലാണ്. അതായത് സാധനത്തിന്റെ ചെലവിനേക്കാൾ വളരെ കൂടുതലാണ് വില ലഭിക്കുന്നത്. അപ്പൊ ഈ സാഹചര്യത്തിൽ പരമാവധി ലാഭം നേടും. നേരത്തെ ചർച്ച ചെയ്ത 3 വ്യവസ്ഥകൾ പ്രകാരം സന്തുലിത അളവ് OQ0 ആണ്. ഇക്വിലിബ്രിയം പ്രൈസ് അഥവാ സന്തുലിത വില OP ആണ്. എന്താണ് ഈ സന്തുലിത വില എന്ന് പറഞ്ഞാൽ? ലാഭം പരമാവധിയിൽ എത്തുമ്പോൾ ഉണ്ടാകുന്ന വിലയെയാണ് സന്തുലിത വില എന്ന് പറയുന്നത്. ഇനി സന്തുലിത അളവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാഭം പരമാവധിയിൽ എത്തുമ്പോൾ ഉണ്ടാകുന്ന ഉൽപ്പന്നത്തിന്റെ അളവിനെയാണ് സന്തുലിത അളവ് എന്ന് പറയുന്നത്. നമ്മുടെ ഈ ഡയഗ്രം പ്രകാരം ലാഭം പരമാവധിയിൽ എത്തുന്നത് ഈ എന്ന ബിന്ദുവിലാണ്. ഈ എന്ന ബിന്ദുവിലാണ് എം സിയും എം ആറും തുല്യമാകുന്നത്. ഈ എന്ന ബിന്ദുവിൽ നിന്ന് നേരെ നമ്മൾ XS-ലേക്ക് വരച്ചാൽ നമുക്ക് എന്ത് കിട്ടും? ഉൽപ്പന്നത്തിന്റെ അളവ്. കാരണം XS-ലാണ് നമ്മൾ ഉൽപ്പന്നത്തിന്റെ അളവ് മാർക്ക് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സന്തുലിത വില ലഭിക്കണമെങ്കിൽ ഈ എന്ന ബിന്ദുവിൽ നിന്ന് നേരെ YX-ലേക്ക് വരച്ചാൽ നമുക്ക് എന്ത് കിട്ടും? വില കിട്ടും. അതായത് ലാഭം പരമാവധിയിൽ എത്തുന്നത് ഈ എന്ന ബിന്ദുവിലാണ്. ഈ എന്ന ബിന്ദുവിൽ നിന്ന് നമ്മൾ YX-ലേക്ക് വരച്ചാൽ നമുക്ക് ഇക്വിലിബ്രിയം പ്രൈസ് ലഭിക്കും. കാരണം പ്രൈസ് മാർക്ക് ചെയ്തിട്ടുള്ളത് ഇവിടെ YX-ലാണ്. ഈ എന്ന ബിന്ദുവിൽ നിന്നും YS-ലേക്ക് നമ്മൾ ലൈൻ വരച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സന്തുലിത വില എത്രയാണെന്ന് ലഭിക്കും. XS-ലേക്ക് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് സന്തുലിത അളവും ലഭിക്കും. അപ്പൊ സന്തുലിത വിലയും സന്തുലിത അളവും എങ്ങനെയാണ് ലഭിച്ചത് നിങ്ങൾക്ക് മനസ്സിലായി. ഇനി നമുക്ക് Q0 ഉൽപ്പന്ന തലത്തിൽ എത്ര പ്രോഫിറ്റ് നേടുന്നു എന്ന് നോക്കാം. അതായത് സ്ഥാപനം Q0 ഉൽപ്പന്ന തലത്തിൽ എത്ര പ്രോഫിറ്റ് നേടുന്നു എന്ന് നമുക്ക് കാണാം. പ്രോഫിറ്റ് കാണാനുള്ള ഇക്വേഷൻ, ലാഭം കാണുന്നതിനുള്ള ഇക്വേഷൻ ആണ് Phi = TR - TC. അത് വെച്ച് നമുക്ക് എത്ര ലാഭം നേടുന്നു എന്ന് നോക്കാം. നമ്മുടെ ഈ ഡയഗ്രം പ്രകാരം Q0 ഉൽപ്പന്ന തലത്തിൽ പ്രോഫിറ്റ് എത്രയാണ് എന്ന് കണ്ടെത്താനുള്ള ശ്രമത്തിലാണ്. അപ്പൊ നമ്മൾ പ്രോഫിറ്റ് കാണുന്നതിനുള്ള ഇക്വേഷൻ ഒക്കെ എഴുതിയിട്ടുണ്ട്. Phi = TR - TC. അതായത് മൊത്തം വരുമാനത്തിൽ നിന്ന് മൊത്തം ചെലവ് കുറച്ചാലാണ് നമുക്ക് പ്രോഫിറ്റ് ലഭിക്കുക. ഇനി നമുക്ക് ആദ്യം ഇതിലെ TR കണ്ടെത്താം. TR കാണുന്നതിനുള്ള ഇക്വേഷൻ ആണ് TR = P × Q. അതായത് പ്രൈസ് ഇൻറ്റു ഉൽപ്പന്നത്തിന്റെ അളവ് അല്ലെ. P എന്ന് പറഞ്ഞാൽ പ്രൈസ്, Q എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉൽപ്പന്നത്തിന്റെ അളവ്. പ്രൈസ് നോക്കാം. പ്രൈസ് എത്രയാണ്? OP ആണ്. ഇവിടെ ഡയഗ്രം പ്രകാരം പ്രൈസ് എത്രയാണ്? OP. നമ്മൾ പ്രൈസിന്റെ സ്ഥാനത്ത് നമ്മൾ OP എഴുതി. ഇനി അടുത്തത് Q, ഉൽപ്പന്നത്തിന്റെ അളവ് എത്രയാണ്? OQ0 അല്ലെ. ഉൽപ്പന്നത്തിന്റെ അളവ് Q0 ആണ് അല്ലെ. അതായത് OQ0 ആണ് ഉൽപ്പന്നത്തിന്റെ അളവ്. അപ്പൊ പ്രൈസിന്റെ സ്ഥാനത്ത് OP എന്ന് എഴുതി, Q
ക്യൂവിന്റെ സ്ഥാനത്ത് ഉൽപ്പന്നത്തിന്റെ അളവിന്റെ സ്ഥാനത്ത് നമ്മൾ OQ0 എഴുതി. അപ്പൊ പ്രൈസ് ഇൻറ്റു ഔട്ട്പുട്ട് OP ഇൻറ്റു OQ0 OP ഇൻറ്റു OQ0 OP ഇൻറ്റു OQ0 OPEQ0 ആണ് മൊത്തം വരുമാനം. ഈ ഭാഗത്തിന് ഈ OPയെ OQ0 കൊണ്ട് ഗുണിച്ചപ്പോൾ നമുക്ക് OPEQ0 ആണ് ടോട്ടൽ റവന്യൂ കിട്ടിയിട്ടുള്ളത്. മൊത്തം വരുമാനം സ്ഥാപനത്തിന്റെ മൊത്തം വരുമാനം എത്രയാണ്? OPEQ0 ആണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇത് നമുക്ക് TC ആണ് കാണുന്നത്, അതായത് ടോട്ടൽ കോസ്റ്റ് മൊത്തം ചെലവ് കാണണം. അപ്പോ TC കാണാനുള്ള ഇക്വേഷൻ ആണ് AC ഇൻറ്റു ഔട്ട്പുട്ട് AC ഇൻറ്റു ഔട്ട്പുട്ട് SAC ഇൻറ്റു ഉൽപ്പന്നത്തിന്റെ അളവ്. ഇവിടെ നോക്കാം, ഈ ഡാറ്റ പ്രകാരം AC എത്ര നോക്കാം. അതായത് ഈ എന്ന ബിന്ദുവിലെ ഈ ലൈൻ ഉണ്ടല്ലോ, ഈ ഔട്ട്പുട്ടിന്റെ ലൈൻ നേരെ നമ്മൾ വരച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കോസ്റ്റുമായിട്ടുള്ള SACയുമായിട്ട് നമ്മൾ കൂട്ടിമുട്ടുന്നത് എവിടെ നോക്കാം. ആ സ്ഥലത്ത് നിന്ന് നമ്മൾ നേരെ YSലേക്ക് വരച്ചു കഴിഞ്ഞാൽ നമുക്ക് കോസ്റ്റ് കിട്ടും. ഇവിടെ OR ആണ് കോസ്റ്റ്, OR. അപ്പൊ SAC എത്രയാണ്? ഈ ഡയഗ്രം പ്രകാരം OR ആണ്, അല്ലെങ്കിൽ നമുക്ക് SQ0 എന്നും പറയാം. ഇവിടെ നിന്നിട്ടും കോസ്റ്റ് തന്നെയാണ്, പക്ഷെ നമ്മൾ ഇവിടെ OR ആണ്, OR. അപ്പൊ SAC ലഭിച്ചു, OR ആണ്. ഇനി ഉൽപ്പന്നത്തിന്റെ അളവ് നമുക്കറിയാലേ, SAC ലഭിച്ചു, OR ആണ്. ഉൽപ്പന്നത്തിന്റെ അളവ് Q എത്രയാണ്? OQ0 ആണ്. OR ഇൻറ്റു OQ0 OR ഇൻറ്റു OQ0, അതായത് ഉൽപ്പന്നത്തിന്റെ അളവ് OQ0 ആണ്, ചെലവ് OR ആണ്, അതായത് SAC OR ആണ്, ഉൽപ്പന്നത്തിന്റെ അളവ് OQ0 ആണ്. TC OR ഇൻറ്റു OQ0 OR SQ0 ആണ് ലഭിക്കുക. അതാണ് നമ്മുടെ ടോട്ടൽ കോസ്റ്റ്. ടോട്ടൽ കോസ്റ്റ് എത്രയാണ്? OR ഇൻറ്റു OQ0 OR SQ0 ആണ് നമ്മുടെ ടോട്ടൽ കോസ്റ്റ്. ഈ ഡയഗ്രം പ്രകാരം മൊത്തം ചെലവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ OR SQ0 ആണ്. അപ്പൊ നമുക്ക് ടോട്ടൽ റവന്യൂ കിട്ടി, ടോട്ടൽ കോസ്റ്റും കിട്ടി. ഇനി പ്രോഫിറ്റ് കാണാനും വളരെ എളുപ്പമാണ്. പ്രോഫിറ്റ് കാണാനുള്ള ഇക്വേഷൻ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്, TR മൈനസ് TC. അപ്പോൾ നമ്മളിവിടെ പ്രോഫിറ്റ് കാണാനുള്ള ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. പൈ is equal to TR minus TC. TR ന്റെ സ്ഥാനത്ത് നമ്മൾ OPEQ0, ഈ OPEQ0 മൈനസ് TC യുടെ സ്ഥാനത്ത് മൊത്തം ചെലവ് നമുക്ക് കിട്ടിയിട്ടുണ്ട് OR SQ0 എഴുതി. അതായത് OPEQ0 മൈനസ് OR SQ0. OPEQ0 എന്ന ഈ വലിയ ചതുരത്തിൽ നിന്ന് ഈ ഭാഗം കുറച്ചു കഴിഞ്ഞാൽ OR SQ0 കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് RPES ആണ്. ഇതാണ് നമ്മുടെ പ്രോഫിറ്റ്. ഈ ഷെയ്ഡ് ചെയ്ത ഈ ഭാഗമാണ് നമ്മളിവിടെ ഷെയ്ഡ് ചെയ്യുന്നത്. ഈ ഷെയ്ഡ് ചെയ്ത ഭാഗമാണ് നമ്മുടെ പ്രോഫിറ്റ്. പ്രോഫിറ്റ് RPES ആണ്. നമ്മുടെ പ്രോഫിറ്റ് എത്രയാണ്? RPES ആണ്. അപ്പോൾ ഈ ഡയഗ്രം പ്രകാരം പ്രോഫിറ്റ് RPES ആണ്. RPES എങ്ങനെ കിട്ടിയെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. നന്ദി.